കണ്ണ എടാ കണ്ണ എണീക്കോ കണ്ണ അയ്യോ ആരെല്ലാം ഓടി വന്നേ കണ്ണ എണീക്കോ അയ്യോ ആരെല്ലാം ഓടി വന്നേ അയ്യോ നിന്റെ കണ്ണടിച്ചു പോയോ? ഇത് കള്ളല്ല, കണ്ണനാണ്. അല്ല അകത്ത് അകത്താ? അയ്യോ എന്റെ പിള്ളേര് താനെന്താ ഇവിടെ നിന്ന്? ഞാൻ ഇവിടെ കറണ്ട് പോയിട്ട് പിന്നെ ഫ്യൂസ് കിട്ടി ആരാണ് ശരിയാക്കിയത്? ഞാൻ മക്കളെ കുഞ്ഞുമനെ അടങ്ങടാ. ഇതൊക്കെ ആരാടോ? ഇത് ഇവിടുത്തെ പുതിയ വാടകക്കാര്. വാടകക്കാരാ? ഞങ്ങളറിയാം വേറെ വാടകക്കാരാ. നിങ്ങളറിയാണ്ട് വേറെ വാടകക്കാര്. ഞാൻ ഉച്ചയ്ക്ക് നിനക്ക് വോയിസ് മെസ്സേജ് അയച്ചാണല്ലോ. അപ്പൊ നീ ഓക്കെ എന്ന് പറഞ്ഞ് കണ്ണിന്ന് 2 ഹാർട്ടും തള്ളി തന്നില്ല. അത് താൻ അടുത്ത മാസം തൊട്ട് വാടക പകുതി മതി ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇത്തിരി സ്നേഹം പ്രകടിപ്പിച്ചല്ലേ. ജാക്കി തന്റെ സ്ഥിരം ഉടായ്പ പരിപാടി ഞങ്ങളോട് കാണിക്കരുത് കേട്ടാ. ഉടായ്പ പരിപാടിയാ പിള്ളേരെ? നിങ്ങൾ സാക്ഷിയാണ്ടാ എന്റെയൊക്കെ നമ്പർ. ഹലോ ജോസെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത മാസം തൊട്ട് നിങ്ങൾ പകുതി വാടക തന്നാൽ മതി. പക്ഷെ അപ്പുറത്തെ ഞാൻ വേറെ ആൾക്കാർക്ക് റെന്റിന് കൊടുക്കും. ഇന്ന് അനുമിക്കാറും പിള്ളേർ വരാനുള്ള സാധ്യത. അവന്മാർ ഒരു കോട്ടോ തൊട്ടാണ് നിങ്ങളുടെ സാധനങ്ങൾ ആ റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് എടുത്ത് വെക്കും. അത് ഓക്കെ അല്ലേ? ഓക്കെയാണ് ഓക്കെ ആയിരിക്കും. അമേരിക്കൻ കുഞ്ഞപ്പന്റെ നമ്പർ എന്റെ ഉണ്ട് കേട്ടാ. അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇവിടെ മര്യാദക്കാണെങ്കിൽ 2 എണ്ണത്തിന് ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ രാത്രി പെട്ടിയും കിടക്കിടത്തോണ്ട് ഇറങ്ങിക്കോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡീലേ അറിയാമെങ്കിൽ അമേരിക്കൻ കുഞ്ഞപ്പന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കേട്ടാ. അവന്റെ ഒരു ബീച്ചൺ. പിള്ളേരെ ഈ സാധനങ്ങളൊക്കെ ഒതുക്കിയതിനു ശേഷം കിടക്കാൻ നോക്കും. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു അന്തേവാസി. ഒന്നേ കിടക്കണ. ഇവിടെ ഇവനെന്ത് പറ്റിയാടാ? അത് കാല് തന്നെ വീണ് തലയടിച്ച് ബോധം പോയത്. ഇവിടെ ജീവനുണ്ടോ നോക്കടാ. ഈ ഒതുക്കി വെച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിലേ ഇതിനെ കൂടി എടുത്ത് അകത്തെടുത്താൻ നോക്കും കേട്ടാ. ഒന്ന് മാറും, ഞാൻ പൊക്കോട്ടെ. എനിക്ക് 100 പരിപാടികളാണ് മക്കളെ. കണ്ണ പൊട്ടിയില്ല. അതെ ബാക്കിലൊരു തുളയൊക്കെ ഉണ്ടല്ലോ. തുളയാ? സാരല്ല, ചെല്ലിട്ട് ഒരു തൊട്ടിലൂടെ കെട്ടിയേ കൊണ്ടുപോയി ആട്ട്. എടാ നിന്റെ കക്കൂസി ഇവിടെ ഫോൺ കാണാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ നന്നാക്കോ ശരിയാക്കോ ഉപ്പിലൂടെ എന്തേലും ഒന്ന് ചെയ്യും. എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അണ്ണാ എന്റെ ചായ എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്കറിയാല്ല. നീ എന്തിനാണ് ചായ കൊണ്ട് പോയ? കൊള്ളത്തില്ലേ? കൊള്ളാടാ. നീയേ അമ്മാരുടെ ഈ മാട്ട ചായ മിണങ്ങി ഇവിടെ ഇരുന്നോ. നീ ഇതേണ്ട ഇതേ എന്റെ ഞാനക്കൊരു അല്ല. ഇന്നലെ 2-മാര് വന്ന് കയറിയ ആ വേദന ഇറങ്ങുന്നതിന് മുന്നേ ആമാരെ ഞാൻ ഇവിടെ അടിച്ച് പുറത്താക്കും. കണ്ണ ഞാൻ ആലോചിച്ചിട്ട് ഇത്രയും വലിയ വീട്ടിൽ രണ്ടുപേരോട് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല നമ്മുടെ റെന്റും പകുതിയായിട്ട് കുറയൂലേ. ഏത് പിന്നെ അമ്മാരെ കണ്ടു വലിയ വിഷയമായിട്ടൊന്നും തോന്നില്ലെന്നേ. പാവം പിടിച്ച പിള്ളേരാ. എന്നാ വിളിച്ചിരുത്തി കൊഞ്ചിക്കാത്ത എന്ത്? ഇത്ര വലിയ പിള്ളേര്. ഓ എടാ നീ മരമണ്ടനാണോ? കണ്ണടാ അങ്ങനെ നിനക്കൊന്നും അറിയില്ല. നന്നായിട്ട് പുറത്താക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ തല്ലി പുറത്തായിക്കോളും. തുടങ്ങിയോളൂ. ഒന്ന് മൂക്കട്ടല്ലേ. ഇതാണ് അവിടെ രാവിലെ തന്നെ പാളം. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല അല്ലേടാ? അതെ എന്റെ പൊന്നിയേട്ടന്മാരെ, നിങ്ങളിത് കേൾക്കണം. രാവിലെ ഈ ക്ലാപ്പനോട് ഞാൻ ഒരു വിത്തൗട്ട് ചായ വെച്ചു. അവന്റെ വിത്തൗട്ട് ചായ. ഇവനെ ഞാൻ തല്ലണോ കൊല്ലണോ? എന്താ പാടാ? അയ്യോ അത് കാര്യമാക്കണ്ട. എനിക്ക് രാവിലെ ഇവിടെ ചൊറിഞ്ഞില്ലൊരു സുഖമില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ ചൊറിഞ്ഞ ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അത് വേറെ വല്ലയിടത്തും പോയി ആയിക്കോണം. ഇവിടെ കുറച്ച് മാന്യമാരൊക്കെ ജീവിക്കുന്നതാ. അപ്പൊ നമ്മളല്ലേ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അല്ല ഇന്നലെ തിരക്ക് കാരണം പരിചയപ്പെടാൻ വിട്ടുപോയി. ഐ ആം അലി. ഇത് വിത്ത്. എന്തിന്റെ വിത്ത്? മാന്യമാർ മുമ്പ് വെച്ച് എന്നെ വിത്ത് വെന്ന് വിളിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഐ ആം വിചിത്രേഷ് വി. വ്യത്യസ്ത രാജീവന്റെ അച്ഛൻ. ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ അപ്പൂപ്പന്റെ പേരെന്തായിരിക്കും? മിണ്ടരുത് അയാളെ പറ്റി. അയാളുടെ കുറേ വെറൈറ്റി പേരുകൾ കാരണം ഞാനിവിടെ അച്ഛനെ ഇപ്പം അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ കാഞ്ഞു പോയല്ലേ ഞാൻ കീച്ചേനെ ആളെ. എടാ അല്ല ശരിക്കും നിങ്ങൾ എന്താ പരിപാടി ഇവിടെ? ചേട്ടാ ഞങ്ങളിപ്പോൾ ഇവിടെ IELTS ചെയ്യാനായിട്ട്, പിന്നെ എൻ്റെ കൂടെ മറ്റേ ക്ലൗഡ് കിച്ചൻ്റെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനായിട്ട്. അല്ല നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ആണെന്ന് പേരെന്തോ? ജോസ്. ജോസ് ചേണ്ടേ? കണ്ണൻ. എടാ കണ്ണൻ. കണ്ണൻ. എടാ കണ്ണൻ. നമ്മുടെ 5-ാം കൊല്ലുണ്ട് 6 കണ്ണൻ, 6-ാം കൊല്ലുണ്ട് 7 കണ്ണൻ. ദേ ഇവിടെ പിന്നെ ഒരു കണ്ണൻ. അയ്യോ നിനക്ക് നമ്മുടെ അരളിക്കണ്ണൻ ഓർമ്മയില്ലേ? ഇല്ല. എടാ 10-ാം ക്ലാസ്സിൽ പരീക്ഷ കിട്ടുമ്പോൾ വീട്ടുകാർ നല്ലതും മേടിച്ചാണ് ഇവൻ അരളിക്ക എടുത്തങ്ങ് വീഴും. പിന്നെ ഇവനെ ഞങ്ങൾ ചിലവിടെ പൊക്കി എടുത്ത് ആശുപത്രിയിൽ കൊണ്ട് ഒരു ബക്കറ്റിനകത്ത് സോപ്പോടും കലക്കി എണ്ണാക്കി ഒഴിച്ച് ഫുൾ ബോഡി വാഷും ചെയ്തിറക്കി ഇവനെ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ അച്ഛൻ കൊണ്ട് വീണ്ടും പരീക്ഷയ്ക്ക് എഴുതി.
എന്നിട്ടാണ് അതും തോറ്റു. ഒന്ന് ആലോചിച്ച് നോക്കി. ആ അരളിക്കണ്ണ എനിക്ക് ഓർമ്മയില്ലേ? അവനിപ്പോ തെങ്കാശി വേണ്ട 2 ഏക്കർ നിരത്തി അരളിപ്പൂണ്ടി കൃഷി ചെയ്യോ. ഓണത്തിനൊരു പൂവട്ട കരുവാന്ന് പറഞ്ഞേ. അന്ന് അരളിക്കണ്ണൻ വയറിലേക്ക് കിടന്ന് അതേ കിടത്ത് വന്നില്ല കണ്ണൻ്റെ ഇവിടെ കിടന്നത്. പൂവിന്റെ വിലയൊക്കെ ചോദിച്ചറിഞ്ഞോ? നിനക്ക് പണിക്ക് പോണ്ടേ? എന്നാ പോകാൻ നോക്ക്. സംസാരിച്ച സമയം പറഞ്ഞില്ല, എനിക്കിന്ന് 2 ടവർ കയറാനുള്ള. പോയിട്ട് വരാവേ. ശരി, പോട്ടണ കണ്ണാ. സമയം പോലെ പരിചയപ്പെടാം. ശരിയെന്നാ. അവന്റെ ഒക്കെ തെങ്കാശിയിലൊരു അരളിപ്പൂ. വ്യത്യസ്തരാജിന്റെ വിചിത്രമാം സന്തതി സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. കാലമോട് സമയം എന്തോ പോണ്ടായോ? നീ എന്തെടുക്കോ അവിടെ? ഞാനിവിടെ തെങ്ങിന് തടം എടുക്കുന്നു. എടാ ചായ എന്തുവാ നീ കണ്ടില്ലേ? അതെ, തടം എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ഓഫാക്കണം. എനിക്ക് കുളിക്കാനുള്ള വെള്ളം കേട്ടാ. ഓക്കേ. എടാ നീ തുണി തേക്കാൻ പോവാണെ എന്റെ കൂടെ ഒന്ന് തേച്ച് തരുമോ? പിന്നെ ഞാനറിയാം എന്റെ പെണ്ണുപിള്ളേ വേണം ഇങ്ങോട്ട്. എടാ സമയമില്ലല്ലോടാ, ഒന്ന് തേച്ച് കേടാ. എടാ എടാ വിത്തേടാ. ഓ, വിത്തൗട്ട് ചായ അവരൊക്കെ ഇറങ്ങും. പെട്ടെന്ന് കൂടെ തേക്ക്. അതെ ആരാ വന്ന് നോക്കിയേ? എടാ ചായ അടച്ചോണ്ടിരിക്കുക, നീ പോയി നോക്ക്. യെസ്. രാവിലെ നാളെ പണിയേക്കണം. അലി തുറന്നു. യവനിത് ഇവിടെ പോയി. നിന്നെ ആരാ പുറത്തിട്ട് കൂട്ടിയേ? രാവിലെ എന്നെ പക പോക്കുന്നോടാ. കളിക്കാൻ ആരാന്നറിയില്ല. സ്വഭാവത്തില്ല എന്താ ഇങ്ങനെ? ഇതോടെ ഒരു പണം ഇല്ലടാ, മണമൊന്നും വരാറായിട്ടില്ല. ഞാൻ ഇപ്പൊ വരാം. അലി പോടാ. ഇത് നോക്കട്ടോ. ഡിസ്പ്ലേ മാറാനാ? അല്ല, വെള്ളത്തിൽ വീണ. കുളത്തിലാണോ? ക്ലോസറ്റ് വീണാനെ. എത്ര സമയം എടുക്കും? അത് അഴിച്ചു നോക്കും സാർ. അഴിച്ചു നോക്കും. അയ്യോ ചൂട് ചൂട്. ഈ കുളിച്ചാൽ മിക്കവാറും വെന്ത് വെണ്ണീറാവും. വെള്ളം തീർന്നോ? തുറക്കടാ, നീ കുളിക്കണം. എത്ര നേരം ഇത്? എടാ വെള്ളം തീർന്നടാ, പോയി മോട്ടർ അടി. ഞാൻ താഴെ നോക്കിയപ്പോ ഉണ്ടായിരുന്നല്ലോ. എന്നാ ഇപ്പൊ ഇല്ല, പോയി അടിയടാ. ആദ്യത്തെ ദിവസം ഒരു നേരത്തെ ക്ലാസ് കയറണം വിചാരിച്ചേ, ഒന്നും നടക്കത്തില്ല. എന്തോ ചെയ്യാനാ പറ. എന്നൊക്കെ കക്കൂസി പോലും ഉയരം തരത്തില്ലല്ലോ. ഇവൻ വീടല്ലേ? ഇവ എപ്പോ നോക്കി അടുക്കളയിലാണല്ലേ? അടുക്കള ഒഴിച്ചാൽ മതിയായിരുന്നു. ശരിയാ, വെള്ളമില്ല. യവനെ, ഹലോ, എന്തുവാടേ?
ഹലോ എടാ എവിടെടാ നീ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലേടാ. നിനക്ക് എന്തൊക്കെ അറിയണം? ചലിക്കേണ്ട കാര്യം പറ. എടാ നിനക്ക് കുഞ്ഞുമോൻ നൈറ്റ് വാച്ചർ കുഞ്ഞുമോൻ. ഏത് കുഞ്ഞുമോൻ? ഏത് നൈറ്റ് വാച്ചർ? വെള്ളമില്ലടാ, വെള്ളം ബോട്ടിലടിയാ. എന്നെ കൊണ്ട് കപ്പയും കയറി എടുപ്പിക്കും. എടാ ഇരട്ടിപ്പിക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊണ്ട് കളഞ്ഞിട്ടേ അത് എടുത്തു കൊടുക്കാൻ വേണ്ടി 10,000 വെച്ച് മുണിങ്ങി ഓർമ്മയുണ്ടോ? എടാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഓർത്തെടുക്കട്ടെ. എടാ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ. എടാ പുള്ളി ഇപ്പൊ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന പുള്ളി. പുള്ളിക്ക് ഇപ്പൊ സുഖം കുറവാ. അതുകൊണ്ടേ ഞാൻ നിന്നെ സുഖം അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടാ? നീ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എടാ നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു പറഞ്ഞ പുള്ളി എന്നെ വിളിച്ച് മുട്ടം ബഹളമായിരുന്നു. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ്റെ ഓഫീസ് അഡ്രസ്സും അവന്റെ ഫോൺ നമ്പരും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എടാ ജോസിന്റെ എടാ അവന് നമ്മുടെ പരിപാടി അറിയത്തില്ല. ഞാൻ എനിക്കറിയാൻ പാടില്ല, നീ ആയി നിന്റെ പാട എന്ത് അയ്യോ കട്ടായ സൗണ്ടല്ലേ ഇത്? ജോസ് എടാ വെള്ളം എന്താ? ഹലോ ഹലോ ജോസേ. കണ്ണാ ഹലോ 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 എടാ കണ്ണ ഹലോ ഹലോ ഹലോ